യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇത്ര മനോഹരമായിട്ട് തോന്നുന്നെങ്കിൽ അതിന്റെ കാരണം. അമ്മേ, ഞാനൊരു സത്യം പറയട്ടെ. ഇപ്പൊ അമ്മയെ കാണാനേ ശരിക്കും ഒരു ദേവതയെ പോലെ തന്നെയുണ്ട്. അപ്പോ കുറച്ചു മുൻപേ എന്നെ കണ്ടപ്പോ പറഞ്ഞല്ലോ ദേവതയെ പോലെ ഇരിക്കുന്നു. എപ്പോ? അല്ലെങ്കിൽ തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞിരിക്കട്ടെ, ഈ ലോകത്ത് ഒരു ദേവത മാത്രമല്ലല്ലോ. ഈ ഒരേ ക്ഷേത്രത്തിൽ തന്നെ ഇതുപോലൊരു ദേവിയും അതേ കണക്കൊരു ഭദ്രകാളിയും കാണും. രൂപേഷേട്ടാ വേണ്ട അമ്മേ. ഇനി അമ്മായിയമ്മ മരുമോളൊന്ന് ചേർന്ന് തന്നെ ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. സെൽഫിയാണോ? ഇനി അമ്മയും മോനും കൂടെ നിൽക്ക. ഏയ് വേണ്ട 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 വേണ്ട, നമുക്ക് 3 പേർക്കും കൂടെ നിന്നൊരു സെൽഫി എടുക്കാം. അമ്മക്ക് സന്തോഷായോ? സന്തോഷായി. ഇതൊക്കെ എന്ത്? ഇത് വെറും ഒരു ട്രെയിലർ അല്ലേ, പടം വരാൻ കിടക്കണതേ ഉള്ളൂ. അമ്മേ, അമ്മയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? അത് നേരത്തെ പറഞ്ഞ പിന്നെ അത് സർപ്രൈസ് ആവോ? അല്ലെങ്കിലും കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടെന്ന്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്ത് കണ്ടീഷൻ? ആ സർപ്രൈസ് കാണിക്കാൻ അമ്മയുടെ കണ്ണ് പൊത്തിയേ കൊണ്ടുപോകും. രൂപേഷേട്ടാ, അമ്മേ വീട് എനിക്ക് എന്തിനാ ഇങ്ങനെ കണ്ണു പൊത്തിയിട്ട് പോകുന്നേ? അതൊക്കെ പറയാം. നടന്നു വരാം. അമ്മേ മോനെ ഒന്നും പറ. വിട അമ്മേ. വന്നോ വന്നോ. അത് കണ്ടോ, അമ്മായിയമ്മയും മരുമോളും കണ്ണുപൊത്തി കളിക്കുന്നത്. അല്ലേലും ഇവിടെ മൊത്തം കണ്ണുകെട്ടിക്കളിയാണല്ലോ നടക്കുന്നത്. എന്തൊക്കെയാ ഇത്? ദേ നോക്ക്, നിങ്ങളുടെ ഏട്ടത്തെ അവള് കുപ്പിയിലാക്കി. ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇതെല്ലാം ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട്, നീ കണ്ടോ? കാണാനേ പറ്റൂ. തൊള്ളിന് മാത്രം ഒരു കുറവുമില്ല. നല്ല സർപ്രൈസ്. അല്ല, ഇതൊക്കെ ചെയ്തത് ആരോട് ചോദിച്ചിട്ടാ? ഞാൻ എന്നാ എന്റെ പിറന്നാൾ ആഘോഷിച്ച് മോൻ കണ്ടിട്ടുള്ളത്? അത് അമ്മയുടെ പിറന്നാളാണെന്ന് ദർശനയോട് പറഞ്ഞപ്പോ ദർശനയാ നമുക്കിത് ആഘോഷിക്കാന്ന് പറഞ്ഞത്. ഈ മണ്ടനും അവളും കൂടിയിട്ടാ എല്ലാം ഒപ്പിച്ചത്. എന്നിട്ട് അവൻ അതിൽ അങ്ങ് ഒഴിഞ്ഞു. അമ്മയുടെ പിറന്നാളാണെന്ന് രൂപേഷേട്ടൻ പറഞ്ഞപ്പോ അതൊരു സാധാരണ ദിവസം പോലെ കാണാൻ എനിക്ക് തോന്നിയില്ല. ഞാനൊരു മകളല്ലേ.
അമ്മയുടെ മരുമകളായി എനിക്ക് ചില കടമകളൊക്കെ ഇല്ലേ? അതുകൊണ്ടാ പിറന്നാൾ ദിവസം അമ്മ സന്തോഷിക്കട്ടെ എന്ന് കരുതി ഇങ്ങനെയൊക്കെ ചെയ്തത്. അമ്മയുടെ സന്തോഷം ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷമാണല്ലോ. തെറ്റായി പോയെങ്കിൽ അമ്മ ക്ഷമിക്കണം. അതല്ല ദർശനെ, എനിക്കിതിലൊന്നും ഒരു താല്പര്യവും ഇല്ല. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആഡംബരവും ആഘോഷവും ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നു. അമ്മേ, ഞാൻ ഈ വീട്ടിലേക്ക് വന്നു കയറിയതിന് ശേഷമുള്ള അമ്മയുടെ ആദ്യത്തെ പിറന്നാളല്ലേ? അമ്മയോടുള്ള സ്നേഹം വെച്ച് എന്റെ പൊട്ടബുദ്ധിക്ക് എന്തൊക്കെയോ ചെയ്തു പോയി. അമ്മ പൊറുക്കണം. അമ്മേ, ഇന്നലെ രാത്രി മുഴുവൻ ഒരു പോള കണ്ണടയ്ക്കാതെ ഞാനും ദർശനയും കൂടി അലങ്കരിച്ചതാ ഇതല്ല. ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടെങ്കിലും ഈ പിറന്നാള് അമ്മ ആഘോഷിക്കണം. പറ്റില്ല എന്ന് പറയല്ലേ അമ്മേ? കുട്ടികളുടെ ആഗ്രഹമല്ലേ എടുത്തി, സമ്മതിച്ചു കൊടുക്ക്. അമ്മേ, അമ്മയ്ക്ക് ഈ ഒരുക്കങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? എല്ലാം വളരെ നന്നായിട്ടുണ്ട്. ചേച്ചി, ഏതായാലും എനിക്ക് സന്തോഷായി. ചേച്ചി ഒരു 100 കൊല്ലം കൂടി ജീവിച്ചിരിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. പണ്ട് എന്റെ വിശ്വേട്ടൻ ഉള്ളപ്പോഴായിരുന്നു ഏട്ടത്തിയുടെ അവസാനത്തെ പിറന്നാളാഘോഷം നടന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഇപ്പോഴാ വീണ്ടും. ദർശനെ, ഞങ്ങൾക്ക് പറ്റാത്തത് നീ ചെയ്തു. വളരെ സന്തോഷം. ഹാപ്പി ബർത്ത്ഡേ ഏട്ടത്തി. താങ്ക് യു. കൊള്ളാം ചേച്ചി. ഞങ്ങളെങ്ങാനുമായിരുന്നു ഇങ്ങനെ ഒരു ആഘോഷം പ്ലാൻ ചെയ്തിരുന്നതെങ്കിൽ ചേച്ചി ഞങ്ങളെ വെറുതെ വെച്ചേക്കുമായിരുന്നു. ഗിരിജെ, ഇത് എന്നോട് ചോദിച്ചിട്ടല്ലോ ഇവരാരും ചെയ്തത്. അല്ല, എന്ത് മരുന്നും മന്ത്രവും ചെയ്തിട്ടാണെങ്കിലും ഇങ്ങനൊരു ആഘോഷം നടക്കുന്നത് സന്തോഷം തന്നെയാ. അമ്മേ, നമുക്കിനി കേക്ക് മുറിക്കാം.